അപ്പോൾ ഇന്നത്തെ വീഡിയോയ്ക്കകത്ത് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് മിഡിൽ ക്ലാസ് ട്രാപ്പ് എന്ന് പറയുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ്. ആക്ച്വലി നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മളൊരു നല്ല ശതമാനം ആളുകളും മിഡിൽ ക്ലാസ് ആയിട്ടുള്ള ആൾക്കാരാണ്. വലിയ സമ്പത്തോ കാര്യങ്ങളോ ഒന്നുമില്ല, അല്ലെങ്കിൽ പൂർവിക സ്വത്തായിട്ടൊന്നും അങ്ങനെ കാര്യമായിട്ടൊന്നുമില്ല. ഒരു സാധാരണ ഒരു ജോലിയായിട്ട് ഒരു സാധാരണ ശമ്പളത്തിൽ ജീവിക്കുന്ന ആളുകളാണ് നമ്മുടെ സമൂഹത്തിലൊരു നല്ലൊരു മജോറിറ്റി ഓഫ് ആൾക്കാരും. ഇവരൊരിക്കലും ഈ ഒരു മിഡിൽ ക്ലാസ് എന്ന് പറയുന്ന ആ ഒരു സ്റ്റേജിൽ നിന്ന് എന്തുകൊണ്ട് അപ്പർ ക്ലാസ്സിലേക്ക് മാറുന്നില്ല, അല്ലെങ്കിൽ എന്തുകൊണ്ടൊരു ഫിനാൻഷ്യൽ ഫ്രീഡം ഇവർക്ക് ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയ്ക്കകത്ത് ഡിസ്കസ് ചെയ്യാൻ പോണേ. അപ്പം ഞാൻ ഇന്ന് ഈ വീഡിയോയ്ക്കകത്ത് പറയുന്ന ഓരോ പോയിൻറ്റ്സും നിങ്ങൾക്ക് ഉറപ്പായിട്ടും നിങ്ങളുടെ ലൈഫിൽ യൂസ്ഫുൾ ആവുന്ന കാര്യങ്ങളായിരിക്കും. ഈ വീഡിയോയ്ക്ക് വേണ്ടി നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്ന 10 അല്ലെങ്കിൽ 15 മിനിറ്റ് സമയം നിങ്ങൾക്ക് ഒരിക്കലും വേസ്റ്റ് ആയി പോകത്തില്ല. സോ അതേപോലെ തന്നെ ഈ പറയുന്ന ഓരോ ടിപ്സും നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒന്ന് പ്രാവർത്തികമാക്കാനായിട്ട് നിങ്ങളെ കൊണ്ട് സാധിച്ചാൽ നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ളതിനേക്കാൾ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് നിങ്ങൾ ഫിനാൻസ് പ്ലാൻ ചെയ്യാനും കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള ലൈഫ് കൊണ്ട് എത്തിക്കാനും നിങ്ങൾക്ക് പറ്റുന്നതായിരിക്കും. സോ അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് പോയിന്റ്സ് ആണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയ്ക്കകത്തോടെ പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയ്ക്കകത്തേക്ക് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ. നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളുകളാണെങ്കിൽ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുകയും ചെയ്യുകയാണെങ്കിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. അതേപോലെ തന്നെ നമ്മുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഈ വീഡിയോയ്ക്ക് ഒന്ന് നിങ്ങളുടെ വിലയേറിയ കമൻറ്റ്സ് ഒന്ന് അറിയിക്കുകയും അതേപോലെ തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുന്ന കാര്യം കൂടെ പരിഗണിക്കുക. അപ്പം നമുക്ക് അധികം താമസിക്കാതെ നമുക്ക് നമ്മുടെ വീഡിയോയ്ക്കകത്തേക്ക് പോകാം. അപ്പം നമ്മുടെ ഇതുവരെയുള്ള വീഡിയോസ് കണ്ടിട്ടുള്ള ആളുകൾക്കറിയാം, നമ്മൾ മൈഗ്രേഷൻ്റെ വീഡിയോസൊക്കെയാണ് കൂടുതൽ ചെയ്യാറുള്ളത്. പക്ഷേ മൈഗ്രേഷൻ്റെ വീഡിയോസ് ചെയ്യുന്ന കൂട്ടത്തിൽ ഇത് നമ്മൾ ചെയ്യാൻ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ എന്താണ് മൈഗ്രേറ്റ് ചെയ്യുന്നത്, എന്തിനാണ് മറ്റൊരു രാജ്യത്തേക്ക് പോകുന്നതോ അല്ലെങ്കിൽ ഒരു നല്ല ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നോ ഒരു ബിസിനസ് ചെയ്യാൻ ശ്രമിക്കുന്നതോ ഒക്കെ എന്തിനാണ്? സമ്പത്തുണ്ടാക്കാനും നല്ല രീതിയിൽ ഫിനാൻഷ്യൽ ഫ്രീഡം നമുക്ക് ഉണ്ടാവാനും സ്വസ്ഥമായും സമാധാനമായും ജീവിക്കാൻ പറ്റണമെന്നുള്ള ഒരു ആഗ്രഹം കൊണ്ടാണ് ആളുകൾ ഒരു ബിസിനസ് ചെയ്യാൻ ശ്രമിക്കുന്നതും അതേപോലെ തന്നെ നാട്ടിലാണെങ്കിലും വിദേശത്താണെങ്കിലും നല്ലൊരു ജോലിക്ക് ശ്രമിക്കുന്നതും മൈഗ്രേഷൻ ശ്രമിക്കുന്നതും എല്ലാം ഈ ഒരു കാരണത്തെ ആശ്രയിച്ചാണ്. വളരെ സങ്കടം തോന്നിപ്പിക്കുന്ന ഒരു കാര്യം പറയട്ടെ, നമ്മുടെ സ്കൂളുകളിലോ അല്ലെങ്കിൽ കോളേജുകളിലോ നമ്മുടെ ചുറ്റുമുള്ള ഒരു വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മനുഷ്യനെ സംബന്ധിച്ച് അവൻ്റെ ജീവിതത്തിൽ എല്ലാ കാലവും അവൻ്റെ കൂടെ ഉണ്ടാവേണ്ട ഫിനാൻസ് റിലേറ്റഡ് അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പ്രോപ്പറായിട്ട് അവന് മനസ്സിലാക്കി കൊടുക്കുന്ന ഒരു സിസ്റ്റം ഇല്ല എന്നുള്ളത് അത് ലോകത്ത് ഒരു രാജ്യത്തും ഇല്ല. അതാണ് അതിനകത്ത് ഏറ്റവും വലിയ സങ്കടകരമായ കാര്യം. ഈ ഒരു കാര്യം ഇല്ലാത്തത് കൊണ്ട് തന്നെ സമൂഹത്തിലുണ്ടായ തെറ്റിദ്ധാരണകളുടെ പുറത്ത് അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ സ്വാധീനം കൊണ്ടാണ് ഓരോ മനുഷ്യരും ജീവിച്ച് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇവരൊരിക്കലും ഈ മിഡിൽ ക്ലാസ് ട്രാപ്പിൽ നിന്ന് പുറത്ത് വരത്തില്ല. അപ്പോൾ ഈ മിഡിൽ ക്ലാസ് ട്രാപ്പിനകത്ത് പെട്ടുപോകുന്ന ഒരാൾ അവൻ അന്നത്തെ അപ്പത്തിന് വേണ്ടി അധ്വാനിക്കുന്നു, അത് അധ്വാനിച്ച ശേഷം അതിൽ നിന്ന് കിട്ടുന്ന ആ ഒരു ശമ്പളം വെച്ചിട്ട് അവർ ജീവിക്കുന്നു. അവർക്ക് നാളത്തേക്ക് വേണ്ടി ഒരു സേവിങ്സോ കാര്യങ്ങളോ ചിലർക്കുണ്ട്, പക്ഷേ എന്നിരുന്നാൽ പോലും അതുകൊണ്ട് അവർ ഒരിക്കലും ഒരു ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്കൊന്നും എത്തിപ്പെടുന്നില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ എങ്ങനെ നമുക്കൊരു ഫിനാൻഷ്യൽ ഫ്രീഡം ഒരാൾക്ക് ഉണ്ടാക്കാമെന്നും സ്വസ്ഥമായ ഒരു ജീവിതം ഉണ്ടാക്കാമെന്നും മിഡിൽ ക്ലാസ്സിൽ നിന്ന് എങ്ങനെ അപ്പർ ക്ലാസ്സിലേക്ക് പോകാമെന്നും ഡിസ്കസ് ചെയ്യുന്ന 6 പോയിന്റ്സ് ആണ് ഞാൻ ഈ വീഡിയോയ്ക്കകത്ത് പറയാൻ പോകുന്നത്. സോ നിങ്ങൾ ഈ 6 പോയിന്റ്സ് ശ്രദ്ധിച്ച് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ ഇത് ശരിയാണെന്ന് മനസ്സിലാകും. ഇനി ഇതിനകത്ത് എന്തെങ്കിലും എതിരഭിപ്രായങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. സോ നമുക്ക് അതിനകത്ത് ഡീറ്റെയിൽഡ് ആയിട്ട് അവിടെ നമുക്ക് അതിനകത്തൊരു ഡിസ്കഷൻ സംഘടിപ്പിക്കാവുന്നതുമാണ്. സോ അപ്പം 6 പോയിന്റ്സിനകത്ത് ഫസ്റ്റ് പോയിന്റ് ആയിട്ട് വരുന്ന കാര്യം ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോഴത്തേന് നമ്മൾ ഈ ഇൻവെസ്റ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ തന്നെ കുറച്ച് പേര് പറയും, നിങ്ങൾ കുറച്ച് പേര് ഇങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞാൽ പോലും ഒരാളുടെ സാമ്പത്തിക ബുദ്ധിമുട്ട് ഒരു മാസം തട്ടിമുട്ടി ജീവിച്ചു പോകുന്നത് എങ്ങനെയാണെന്ന് അറിയത്തില്ല, അതിനുള്ള ഫണ്ട് പോലും കയ്യിലില്ല, എങ്ങനെയാണ് പിന്നെ ഞങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്, ഒരു 10 പൈസ പോലും മാറ്റി വെക്കാൻ പറ്റുന്നില്ല, അതിനുള്ളൊരു സാഹചര്യമല്ല എന്ന് പറയുമ്പം ഞാൻ ഒരു കാര്യം പറയട്ടെ, മനസ്സുണ്ടെങ്കിൽ മാർഗമുണ്ടെന്നുള്ളതാണ്. ഒരു കൂലിപ്പണിക്കാരൻ, നാട്ടിലൊരു കൂലിപ്പണിക്കാരൻ അവൻ വേണ്ട വിധം അവൻ്റെ സാമ്പത്തിക കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ അവൻ ഫിനാൻഷ്യൽ ഫ്രീഡം നേടും ഒരു സമയത്ത്. കാരണം ഒരു ദിവസം 1000 രൂപ കൂലി മേടിക്കുന്ന ഒരാൾ, ഒരു കൂലിപ്പണി ആയിക്കോട്ടെ, 1000 രൂപ കൂലിക്ക് വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് പോലും 100 രൂപ മാറ്റി വെക്കത്തില്ലേ ഒരു ദിവസം? പോട്ടെ 50 രൂപ മാറ്റി വെക്കത്തില്ലേ? 1000 രൂപയിൽ നിന്ന് 50 രൂപ മാറ്റി വെച്ച് പോട്ടെ 20 രൂപ മാറ്റി വെക്കത്തില്ലേ? 10 ദിവസം ആകുമ്പോൾ എത്ര രൂപയാകും? 200 രൂപയാകും. 30 ദിവസം ആകുമ്പോൾ എത്ര രൂപയാകും? 600 രൂപയാകും. സോ 600 രൂപ മാറ്റി വെച്ചാൽ മതി. അതേപോലെ തന്നെ സാധാരണയായിട്ടുള്ള എല്ലാവരുടെയും ഒരു ചിന്താഗതിയാണ്, നമ്മുടെ നാട്ടിലുള്ള സിസ്റ്റത്തിൻ്റെ ആണോ നമ്മുടെ നാട്ടിലുള്ള ആളുകളുടെ ചിന്താഗതി കൊണ്ടാണോ ഒരാൾ സേവ് ചെയ്യുക അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത്, അവർക്ക് 100 രൂപ കിട്ടിക്കഴിഞ്ഞാൽ അവരുടെ എല്ലാ ചിലവുകളും കഴിഞ്ഞ ശേഷം മിച്ചം വരുന്ന പൈസയാണ് അവർ സേവ് ചെയ്യാൻ നോക്കുന്നത്. ഇത് ഈ ഒരു പരിപാടിയേ തെറ്റാണ്. കാരണം ഇപ്പം നിങ്ങൾക്ക് ഒരു മാസം 1 ലക്ഷം രൂപ സാലറി കിട്ടിയെന്ന് വെച്ചു. സപ്പോസ് ഒരു എക്സാമ്പിൾ, ഇത് 1 ലക്ഷം ഉള്ള ആളുകൾക്ക് മാത്രമൊന്നുമല്ല ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്, ചെറിയ സാലറി ഉള്ള ആൾക്ക് നമുക്ക് ചെയ്യാം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാൻ വേണ്ടി 1 ലാക്ക് സാലറി ഉള്ള ഒരാൾ സാലറി കിട്ടുന്ന സെക്കൻഡിൽ തന്നെ അതിൻ്റെ ഒരു നിശ്ചിത പോർഷൻ ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ സേവിങ്സിന് വേണ്ടി നമ്മൾ മാറ്റി വെച്ചിരിക്കണം. ഇപ്പോൾ 1 ലക്ഷം രൂപ സാലറി കിട്ടുന്ന ഒരാൾ അറ്റ്ലീസ്റ്റ് ഒരു 10,000 രൂപയെങ്കിലും ഇൻവെസ്റ്റ്മെൻറ്റിന് മാറ്റി വെച്ചിട്ട് 90,000 രൂപയാണ് സാലറി കിട്ടിയെന്ന് വിശ്വസിച്ച് അത് വെച്ച് ജീവിക്കാൻ തയ്യാറായാൽ
അവൻ്റെ പകുതി കടമ്പ കഴിഞ്ഞു. അതായത് ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് എത്തുന്ന ഫസ്റ്റ് സ്റ്റെപ്പ് അവൻ വെച്ചു എന്നുള്ളതാണ്. ഇതൊരു 2 മാസം 3 മാസം 4 മാസം 5 മാസം 6 മാസം ചെയ്യുമ്പം സ്വാഭാവികമായിട്ടും എന്ത് സംഭവിക്കും? അവനിൽ ആ ഒരു ഡിസിപ്ലിൻ ഫോം ചെയ്യുവാണ്. ഇപ്പം നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്നറിയത്തില്ല, ഒരു മനുഷ്യൻ ഒരു കാര്യം 21 ദിവസം ചെയ്തിട്ടുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ എക്സസൈസ് ചെയ്യുന്നതാവട്ടെ, ഒരു പർട്ടിക്കുലർ ഒരു ഹോബി അതല്ലെങ്കിൽ ഒരു ഇഷ്ടമുള്ള ഒരു കാര്യം ചെയ്യുന്നതാവട്ടെ, അവൻ ആദ്യത്തെ 21 ദിവസം ഒരു കാര്യം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്താൽ സ്വാഭാവികമായിട്ടും അത് അവൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി മാറുമെന്നാണ് പറയുന്നത്. അതേപോലെ തന്നെയാണ് ഇപ്പം ഒരു എക്സസൈസ് ചെയ്യാനായിട്ട് നിങ്ങൾ മടിയുള്ള ഒരാളാണ്, 21 ദിവസം നിങ്ങൾ കമ്പൽ ചെയ്ത് അതിന് വേണ്ടി ഇറങ്ങിയാൽ മതി. 22ാമത്തെ ദിവസം ആകുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ ഒരു ഹാബിറ്റായി അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഹോബി ആയിട്ടത് മാറും. സോ അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ഫോർമേഷൻ നിങ്ങളുടെ ഉള്ളിൽ ഈ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ സേവ് ചെയ്യാനായിട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു 4-5 മാസം നിങ്ങൾ ഈ രീതിയിൽ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ 6ാമത്തെ മാസം തൊട്ട് ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾ ആ രീതിയിലേക്ക് മാറും. സോ അതാണ് നിങ്ങൾ ഇതിനകത്ത് ഫസ്റ്റ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് സേവ് ചെയ്താൽ മാത്രം പോരാ, അത് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു കാര്യം കൂടെ ചെയ്യണം. അപ്പം നിങ്ങൾ ഫോർ എക്സാമ്പിൾ ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല എന്ന് വെച്ചു, ഇപ്പോൾ ഒരാൾ സേവ് ചെയ്യുന്നു മാത്രമേ ഉള്ളൂ. നമ്മുടെ നാട്ടിലെ ഫിക്സഡ് ഡെപ്പോസിറ്റുകളും അല്ലെങ്കിൽ അങ്ങനത്തെ വരുന്ന സേഫ്റ്റി പ്രൊവൈഡ് ചെയ്യുന്ന ഡെപ്പോസിറ്റ് സ്കീമുകൾ അല്ലെങ്കിൽ സേവിങ് സ്കീമുകളെ കുറിച്ച് നമുക്കറിയാം. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമുക്കിതിനകത്തെല്ലാം നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവുന്ന ഒരു കാര്യം എന്താ, വളരെ നിസ്സാരമായിട്ടുള്ള ഒരു ഇൻട്രസ്റ്റ് റേറ്റ് ആണ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ ഒരു ഇൻട്രസ്റ്റ് റേറ്റ് കൊണ്ടൊന്നും നമുക്ക് ഒരിക്കലും ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം നേടാൻ പറ്റത്തില്ല. കാരണം ഇൻഫ്ലേഷൻ റേറ്റ്, അതായത് പണപ്പെരുപ്പം എന്ന് പറയുന്ന കാര്യം ഈ തരുന്ന ഈ ഒരു പർട്ടിക്കുലർ ഇൻട്രസ്റ്റ് റേറ്റിനേക്കാൾ കൂടുതലായിരിക്കും. ഇനി ഇതിനോട് സെയിം ആയിട്ടുള്ള ഇൻഫ്ലേഷനോട് സെയിം ആയിട്ടുള്ള ഇൻട്രസ്റ്റ് റേറ്റ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞാൽ പോലും നിങ്ങൾക്ക് അത്യാവശ്യം സേവിങ്സ് ഉള്ള ഒരാളാണെങ്കിൽ ആ സേവിങ്സിന് നിങ്ങൾക്ക് ഓരോ വർഷം കിട്ടുന്ന ഇൻട്രസ്റ്റിന് പുറത്ത് നമ്മൾ കൊടുക്കുന്ന ടാക്സ് കഴിയുമ്പോൾ, ഇൻഫ്ലേഷനും ടാക്സും കൊടുത്തു കഴിയുമ്പോൾ പിന്നെ നമുക്ക് മിച്ചം കയ്യിലൊന്നും വളരെ നിസ്സാരമായിട്ടൊരു തുകയെ കിട്ടുള്ളൂ. ഓരോ വർഷവും നമ്മൾ സേവ് ചെയ്തിരിക്കുന്ന പൈസയുടെ മൂല്യം കുറഞ്ഞു വരുമല്ലാതെ ഒരിക്കലും അത് ഉയർന്നു വരത്തില്ല. സോ ഇതുകൊണ്ട് തന്നെ നമ്മൾ ഇങ്ങനത്തെ നോർമൽ സേവിങ് സ്കീമുകളൊന്നും എടുത്തതുകൊണ്ട് വലിയ കാര്യമില്ല. അതേപോലെ തന്നെ നമുക്കറിയാം പല ലൈഫ് ഇൻഷുറൻസിൻ്റെതായിട്ടുള്ളതും അതേപോലെ തന്നെ അങ്ങനത്തെ പല പോളിസീസും സേവിങ്സിൻ്റെ ഭാഗമായിട്ട് എടുക്കുന്ന ആൾക്കാരുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ ഒരു മണ്ടത്തരമാണ്. കാരണം അതിനകത്ത് നിങ്ങൾ പ്രോപ്പറായിട്ട് നിങ്ങൾ തന്നെ കാര്യങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്ത് അതിനകത്തേക്ക് ഓരോ വർഷം ഇൻവെസ്റ്റ് ചെയ്യുന്ന പൈസ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് തന്നെ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാനും നിങ്ങൾക്ക് തന്നെ അതിനുവേണ്ടി പ്രോപ്പറായിട്ട് ഒരു മുൻകൈ എടുത്ത് നിങ്ങൾ അത് ചെയ്യാൻ തയ്യാറായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൽ നിന്ന് കിട്ടുന്നതിന് 10 ഇരട്ടി വരെ വേണമെങ്കിലും നിങ്ങൾക്ക് പ്രോഫിറ്റ്, അതൊരു അപ്രോക്സിമേറ്റ് എമൗണ്ട് ആണ്, ചിലപ്പം 10 ഇരട്ടിയിൽ കൂടുതലും കിട്ടാനുള്ള ചാൻസസ് നിങ്ങൾക്കുണ്ട്. സോ അത് നിങ്ങൾ മനസ്സിലാക്കാതെ നമ്മളിങ്ങനത്തെ പോളിസീസൊക്കെ കണ്ണും പൂട്ടി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവിടെ നഷ്ടങ്ങളാണ് ഉണ്ടാവുന്നത്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് സേവ് ചെയ്യുക എന്നതിനേക്കാൾ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതിനാണ് നമുക്ക് മുൻതൂക്കം കൊടുക്കേണ്ടത്. ഇൻവെസ്റ്റ്മെൻറ്റ് മെക്കാനിസംസ് പലതും നമ്മുടെ ചുറ്റുമുണ്ട്. സ്റ്റോക്ക് മാർക്കറ്റ് ഉണ്ട്, അതേപോലെ തന്നെ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് ഡയറക്റ്റ് ഇറങ്ങി മുൻകൈ എടുത്ത് അങ്ങനെ ചെയ്ത് നമുക്ക് സക്സസ്സിലേക്ക് എത്തിപ്പെടാൻ പേടിയുള്ള അല്ലെങ്കിൽ അതിന് ട്രേഡ് ചെയ്യാനൊക്കെ പേടിയുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് മ്യൂച്വൽ ഫണ്ട്സ് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് വേണ്ടി മറ്റൊരു ഫണ്ട് മാനേജർ ആയിരിക്കും അത്, അല്ലെങ്കിൽ ഒരു ഫണ്ട് ഹൗസ് ആയിരിക്കും നിങ്ങൾക്ക് വേണ്ടി അത് മാനേജ് ചെയ്യുന്നത്. സോ അങ്ങനെ ചെയ്യുമ്പോൾ തന്നെ സ്വാഭാവികമായിട്ട് എന്ത് കിട്ടും, അവിടെ കുറച്ചുകൂടി ഒരു റിസ്ക് കുറയും. പക്ഷേ എന്നാൽ പോലും അവിടെ ഒരു ഇക്വിറ്റി ബേസ്ഡ് ആയതുകൊണ്ട് തന്നെ റിസ്ക് വരാൻ ചാൻസ് ഉണ്ട്. ഇനി ഇക്വിറ്റി മാത്രമല്ലാത്ത പല മ്യൂച്വൽ ഫണ്ടുകളും ഉണ്ട്. സോ നിങ്ങൾക്ക് അത് ചൂസ് ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ ഈ ഗവൺമെൻറ് നമ്മുടെ ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്യുന്ന ബോണ്ടുകളുണ്ട്, അതേപോലെ തന്നെ NCDs ഉണ്ട്. സോ അതേപോലെ തന്നെ ഇങ്ങനത്തെ പല മെക്കാനിസംസ് ഇപ്പം ഞാൻ ഏതാണ് ഒരു 2-3 എക്സാമ്പിൾ പറഞ്ഞാണ്. ഇതേപോലെ തന്നെ ഓരോന്നിനും അതിൻ്റേതായിട്ടുള്ള റിസ്ക്കും അതേപോലെ തന്നെ നേട്ടങ്ങളും ഉണ്ട്. അത് നമ്മൾ അതിനെക്കുറിച്ച് മനസ്സിലാക്കിയ ശേഷം മാത്രമാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ആ വീഡിയോയിലേക്ക് അത് പറയണമെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് ഒരു വീഡിയോ വേണം. അപ്പം നമ്മൾ അത്ര ഡീറ്റെയിൽഡ് ആയിട്ട് അതിനകത്തേക്ക് പോകുന്നില്ല. അപ്പം നമ്മൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പറഞ്ഞത്. പക്ഷേ ഇങ്ങനെ നമ്മൾ പ്രോപ്പറായിട്ട് ഐഡൻറ്റിഫൈ ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്യുക, ഇതിനു വേണ്ടി നമ്മൾ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുക. കാരണം നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു ഗോളിന് വേണ്ടി നമുക്ക് ചിലവാക്കാൻ സമയമില്ലെങ്കിൽ പിന്നെ നമുക്ക് എന്തിനാണ് സമയമുള്ളത്? നമ്മൾ എവിടെയെങ്കിലും കവലയിൽ പോയിരുന്ന് സംസാരിച്ച് സമയം കളയാനോ അല്ലെങ്കിൽ ചുമ്മാ ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടി സമയം സ്പെൻഡ് ചെയ്ത് കളയുന്ന ആളുകളാണ് നല്ലൊരു ശതമാനം ആൾക്കാരും. ഇതിനു വേണ്ടിയൊക്കെ കൊടുക്കുന്ന സമയങ്ങളിൽ കുറച്ചെങ്കിലും ഒരു സമയം മാറ്റിവെച്ച് നമ്മൾ ഇങ്ങനത്തെ നമ്മുടെ സെൽഫായിട്ടുള്ള നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് കുറച്ചുകൂടെ മുൻതൂക്കം കൊടുത്ത് കുറച്ചുകൂടെ നമ്മൾ എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ പഠിക്കാനും നമ്മുടെ തന്നെ കാര്യങ്ങൾ കുറച്ചുകൂടെ റെസ്പോൺസിബിലിറ്റീസ് എടുക്കാനും അങ്ങനെയൊക്കെ ചെയ്യാനും മുതിർന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഇൻവെസ്റ്റ്മെൻറ്റിലൂടെ നല്ലൊരു എമൗണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. സോ ഇതാണ് മിഡിൽ ക്ലാസ് ആയിട്ടുള്ള ഒരാൾക്ക് അതിൽ നിന്ന് മാറി ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം കൊണ്ടുവരാൻ വേണ്ടി ചെയ്യേണ്ട ഫസ്റ്റ് കാര്യം. അപ്പം ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. അത് നിങ്ങൾ ശ്രദ്ധിക്കുക. സാലറി കിട്ടുന്ന ഒരാളാണെങ്കിൽ സാലറിയുടെ കിട്ടുന്ന സമയത്ത് തന്നെ അതിൽ നിന്നൊരു നിശ്ചിത ശതമാനം എടുത്തു മാറ്റിയ ശേഷം മാത്രമേ നിങ്ങൾ സ്പെൻഡ് ചെയ്യാൻ തുടങ്ങാവുള്ളൂ. ബിസിനസ് ചെയ്യുന്നവരാണെങ്കിൽ ഇത് ആപ്ലിക്കബിൾ ആണ്. ഏത് രീതിയിൽ വരുമാനം ഉണ്ടാക്കുന്ന ഏതൊരാൾക്കും ഇത് ആപ്ലിക്കബിൾ ആണ്. ഇത് ചെയ്യാത്ത ഒരാൾ ഒരിക്കലും ഫിനാൻഷ്യൽ ഫ്രീഡം ഉണ്ടാക്കത്തില്ല. അപ്പം അതാണ് ഫസ്റ്റ് പോയിന്റ്.
ഇനി രണ്ടാമത്തെ പോയിന്റ്, ഇത് കുറച്ചുകൂടെ സോഷ്യലി, അതായത് നമ്മുടെ സൊസൈറ്റിയുടെ ബേസ്ഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് ഷോ ഓഫുകൾ നടത്താൻ വേണ്ടി നിങ്ങൾ നിങ്ങളുടെ പൈസ കളയരുത്. കാരണം പല ആളുകളും ഷോ ഓഫിൻ്റെ പുറത്താണ് ജീവിക്കുന്നത്. ഇല്ലാത്ത അതായത് ഉള്ളതിലധികം മേന്മ ഭാവിക്കുന്ന ആളുകൾ നാളെ തകർന്നു പോകത്തേ ഉള്ളൂ. ഫോർ എക്സാമ്പിൾ, ഇപ്പം നിങ്ങൾക്ക് 1 ലക്ഷം രൂപ മാസം ശമ്പളം കിട്ടുന്ന ഒരാൾ 4 ലക്ഷം രൂപ വരുമാനമുള്ള ഒരാളെ പോലെ ജീവിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് എന്ത് പറ്റും? അവരെ സംബന്ധിച്ച് ഇത് ഒരിക്കലും ഒരു പ്രശ്നമല്ല. അവർ 4 ലക്ഷം രൂപ സാലറി മേടിക്കുന്നു, അവരല്ലെങ്കിൽ 4 ലക്ഷം രൂപ മാസം വരുമാനമുണ്ട്, അവരതനുസരിച്ച് ജീവിക്കുന്നു. ചില ആളുകളെ കാണാം, സെലിബ്രിറ്റീസ്, അതായത് ഭയങ്കര സക്സസ്ഫുൾ ആയിട്ടുള്ള സെലിബ്രിറ്റീസിനെയൊക്കെ അതേപടി കോപ്പി ചെയ്ത് ജീവിക്കുന്ന ആളുകൾ. സെലിബ്രിറ്റീസിനൊന്നും നോക്കണ്ട, അവർക്ക് മാസം അല്ലെങ്കിൽ അവർക്ക് ഒരു ഫിലിമിൽ അഭിനയിച്ച് കഴിയുമ്പോൾ കിട്ടുന്ന സാലറി അല്ലെങ്കിൽ അവിടുന്ന് കിട്ടുന്ന ആ ഒരു പ്രതിഫലം മതി അവർക്ക് 1 വർഷമോ 2 വർഷമോ 3 വർഷം എത്ര വർഷം വേണമെങ്കിലും അവർക്ക് എത്ര ആഡംബരം വേണമെങ്കിലും കാണിക്കാനുള്ള ഓപ്പർച്യൂണിറ്റീസ് അവരുടെ കയ്യിലുണ്ട്. അതേപോലെ തന്നെ ഒരു സാധാരണക്കാരൻ ചെയ്യാൻ നോക്കുമ്പോൾ എന്ത് പറ്റും? അതേപോലെ ഫോർ എക്സാമ്പിൾ, ഇപ്പം ഒരു 2 പേര് അയൽവക്കത്ത് താമസിക്കുക. അയൽവക്കക്കാരന് ചിലപ്പം 2 ലക്ഷമോ 3 ലക്ഷമോ അല്ലെങ്കിൽ പല വരുമാന മാർഗ്ഗങ്ങളോ കാണും. അവൻ പോയി ചിലപ്പോൾ ഒരു പ്രീമിയം കാർ എടുത്തെന്ന് വരും, അല്ലെങ്കിൽ ഒരു ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഏതെങ്കിലും അത്യാവശ്യം ഒരു SUV, നല്ലൊരു ഹൈ എൻഡ് പ്രീമിയം SUV എടുത്തു. ഇതെടുത്ത ശേഷം ഇരിക്കുമ്പോൾ അയൽവക്കക്കാരന് 1 ലക്ഷം രൂപ അല്ലെങ്കിൽ 1.5 ലക്ഷം രൂപ സാലറി ഉള്ള അല്ലെങ്കിൽ 50,000 രൂപ സാലറി ഉള്ള ഒരു സാധാരണക്കാരനാണ്. ഇവൻ എന്ത് ചെയ്യും? സ്വാഭാവികമായിട്ടും ഇവനോ അല്ലെങ്കിൽ ഇവൻ്റെ ചുറ്റും നിൽക്കുന്ന ആളുകളോ ഇവനെ ഫോഴ്സ് ചെയ്യും. നീ കണ്ടില്ലേ, അവനെ കണ്ടില്ലേ, അവൻ നല്ല രീതിയിൽ അത് ചെയ്തില്ലേ, നിങ്ങളതുകൊണ്ട് നിങ്ങളും ഇത് ചെയ്യണം എന്ന് പറഞ്ഞ് ഒന്നെങ്കിൽ സമൂഹത്തിൻ്റെതായിട്ടുള്ള ഒരു ഫോഴ്സിലോ അല്ലെങ്കിൽ നിങ്ങളുടേതായിട്ടുള്ള സ്വന്തമായിട്ടുള്ള ഒരു തീരുമാനത്തിൻ്റെ പുറത്തോ അവിടെ ഒരു ഷോ ഓഫിന് വേണ്ടി ഇല്ലാത്ത പണം കടമെടുത്ത് എന്ത് ചെയ്യും? ഒരു വലിയ വണ്ടി വാങ്ങും. മാസം EMI കെട്ടി എന്നിട്ട് എന്ത് ചെയ്യും? അവൻ്റെ ജീവിതം തീർക്കും. ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് എന്ത് പറ്റും? നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് സേവ് ചെയ്യേണ്ടിയ, നിങ്ങളുടെ ജീവിതത്തിലേക്ക് എത്തിച്ചേരേണ്ട പണത്തെ നിങ്ങളൊരു ബാങ്കിലേക്ക് മാസം EMI ആയിട്ടും അതിന് ഇൻട്രസ്റ്റ് ആയിട്ടും നിങ്ങൾ കൊടുത്തു തീർക്കുകയാണ്. ഒരായുസ് മൊത്തം നിങ്ങളിങ്ങനെ ഇൻട്രസ്റ്റ് കൊടുക്കാനും EMI കൊടുക്കാനും വേണ്ടി തള്ളി നീക്കേണ്ട ആളുകളാണോ എന്ന് നിങ്ങൾ ആലോചിക്കുക. അതേസമയം നിങ്ങൾ നിങ്ങളുടെ ചെറുപ്രായത്തിൽ കുറച്ച് സ്ട്രഗിൾ ചെയ്യാൻ തയ്യാറായില്ല. ആർക്ക് സ്ട്രഗിൾ ചെയ്യാനൊന്നും ഇന്നത്തെ കാലത്ത് താല്പര്യമില്ല. എല്ലാവർക്കും സ്വിച്ച് ഇട്ട പോലെ പൈസ വേണമെന്നുള്ള ആൾക്കാരാണ്, അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് ഉന്നമനത്തിലേക്ക് എത്തണമെന്ന് ചിന്തിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇന്നത്തെ ഈ നാട്ടിൽ, നിങ്ങൾക്ക് അറിയാമോന്ന് അറിയത്തില്ല, EMI അതായത് ക്രെഡിറ്റ് കാർഡും അതിൻ്റെ യൂസേജും ഇന്ത്യയിൽ ഇപ്പോൾ ഓൾ ടൈം ഹൈ ആണെന്നാണ് പറയപ്പെടുന്നത്. അതായത് അത്രയും ലക്ഷക്കണക്കിന് കോടി രൂപയുടെ കടമാണ് ഈ ക്രെഡിറ്റ് കാർഡിൽ ആളുകൾ എടുത്തുകൂട്ടി ആവശ്യമില്ലാത്ത കാര്യങ്ങൾ വാങ്ങിക്കൂട്ടിയിരിക്കുന്നതെന്നാണ് പുതിയ കണക്ക് പ്രകാരം നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇങ്ങനെ അനാവശ്യമായിട്ടുള്ള ഷോ ഓഫുകൾക്ക് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ നേടേണ്ടിയിരുന്ന ഒരു ഫിനാൻഷ്യൽ ഫ്രീഡമാണ്. അതേപോലെ തന്നെ ഇപ്പം പല ആളുകളും നമ്മൾ ചില സമയത്താണെങ്കിലും ട്രോളുകളിലൊക്കെ കാണാം, അതായത് അപ്പൂപ്പന് 100 ഏക്കർ സ്ഥലം ഉണ്ടായിരുന്നു, അത് അങ്ങേര് വളരെ നിസ്സാരമായ വിലയ്ക്ക് 100 രൂപയ്ക്കും 50 രൂപയ്ക്കും വേണ്ടി വിറ്റ് കളഞ്ഞു, ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ഇന്ന് വലിയൊരു കോടീശ്വരനായിരുന്നു. ഇത് നാളെ നിങ്ങളുടെ മക്കളോ നിങ്ങളുടെ പേരക്കുട്ടികളോ നിങ്ങളോട് പറയാനുള്ള ഒരു സാഹചര്യം, ഇത്രയൊക്കെ നിങ്ങൾ ട്രോൾ ഉണ്ടാക്കി അതിനെക്കുറിച്ച് പറയുന്ന ആളുകൾ എന്തുകൊണ്ട് ഇത് ചിന്തിക്കുന്നില്ല? നാളെ നിങ്ങളുടെ പേരക്കുട്ടികൾ ഇങ്ങനെ നിങ്ങളോട് പറയുമ്പോൾ നിങ്ങൾ നാളെ അവരുടെ മുന്നിൽ ഒന്നുമല്ലാതെ നിൽക്കേണ്ട ഒരു സിറ്റുവേഷൻ ഇല്ലേ? ഇന്നത്തെ കാലത്ത് നമ്മുടെ നാട്ടിൽ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും നല്ല വിദ്യാഭ്യാസവും വിവരമുള്ള ആൾക്കാരാണ്. സോ അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ആളുകൾ ഒരിക്കലും ഇങ്ങനത്തെ ട്രാപ്പിൽ പെട്ടു പോകരുത്. അവർ ഫിനാൻഷ്യൽ ഫ്രീഡം നേടിയെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇങ്ങനെയുള്ള അനാവശ്യ ഷോ ഓഫുകൾ ഉള്ളതിലധികം എന്തിനാണ് നമ്മൾ മേന്മ ധരിക്കാൻ പോണേ? ഒരാൾ ഓൾട്ടോയിൽ നടക്കാനുള്ള ഒരു കേപ്പബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ അതിനുള്ള ഒരു വരുമാനമുള്ള ഒരാളാണെന്ന് വെച്ചു, അവർ പോയി ആ ഓൾട്ടോ കാർ അല്ലാതെ പകരം വേറൊരു പ്രീമിയം വണ്ടി മേടിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ എന്ത് പറ്റും? ലോൺ ഉള്ളത് കൊണ്ട് ചിലപ്പം പ്രീമിയം കാർ കിട്ടും, മാസമുള്ള EMI എന്ത് ചെയ്യും? അതേപോലെ തന്നെ ഒരു ചെറിയ വീട്, 1000 സ്ക്വയർ ഫീറ്റിൻ്റെ വീട് വെക്കാനായിട്ട് അവൻ്റെ കയ്യിൽ പൈസയേ ഉള്ളൂ, പക്ഷേ അവൻ എന്ത് ചെയ്യും? 2000 സ്ക്വയർ ഫീറ്റിൻ്റെ വീട് വെക്കും. സോ അവിടെ എന്ത് ചെയ്യും? 20 വർഷം 25 വർഷം നിങ്ങളൊരു ഹോം ലോൺ അടയ്ക്കുന്ന സമയത്ത് നിങ്ങളുടെ ഇൻട്രസ്റ്റും പ്രിൻസിപ്പളും കൂടി എത്രയാവുമെന്ന് നിങ്ങൾ എപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ? 20 ലക്ഷം രൂപ ലോൺ എടുത്ത ഒരാൾ വീട് വെച്ചാൽ 20 വർഷം കഴിയുമ്പോൾ 40 ലക്ഷം രൂപ നിങ്ങൾ തിരിച്ചടയ്ക്കണം. 40 ലക്ഷം രൂപ ലോൺ എടുക്കുന്നവൻ 80 ലക്ഷം 50 ലക്ഷം എടുക്കുന്നവൻ 1 കോടിയും തിരിച്ചടയ്ക്കണം. ഇത്രയും ഭീമമായ ഒരു തിരിച്ചടവ് ബാങ്കിലേക്ക് കൊടുക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് എന്താണ് കിട്ടുന്നത്? സോ അതുകൊണ്ട് തന്നെ നമ്മൾ അനാവശ്യമായിട്ടുള്ള ഷോ ഓഫുകൾ ഒഴിവാക്കാനായിട്ട് എപ്പോഴും ശ്രദ്ധിക്കുക. ഇനി മൂന്നാമത്തെ കാര്യം, എല്ലാ മനുഷ്യരും ചെയ്യേണ്ട ഒരു കാര്യമാണ് റിട്ടയർമെൻറ്റ് പ്ലാനിങ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മുടെ ചുറ്റുമുള്ള ആളുകൾ എത്ര പേര് റിട്ടയർമെൻറ്റ് പ്ലാനിങ് ചെയ്യുന്നുണ്ട്? കുറച്ച് നല്ല ജോലിയുള്ള അല്ലെങ്കിൽ ഗവൺമെൻറ് ജോലിയുള്ള ആളുകൾക്കൊക്കെ അവർക്ക് പെൻഷനും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അവരങ്ങ് മുന്നോട്ട് സസ്റ്റെയിൻ ചെയ്ത് പോകും. പക്ഷേ അല്ലാതെ പ്രൈവറ്റ് മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ, അതേപോലെ തന്നെ ചെറുകിട മേഖലകളിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ എത്ര പേര് റിട്ടയർമെൻറ്റ് പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട്?
വളരെ ചുരുക്കം ആളുകളാണ് അല്ലേ. അത്രമേൽ വിവേകത്തോടെ ചിന്തിച്ച് ഫ്യൂച്ചറിനെ കുറിച്ച് ചിന്തിക്കുന്ന കുറച്ച് പേരല്ലാതെ ബാക്കി ആരും ഇതിനെക്കുറിച്ചൊന്നും ശ്രദ്ധിക്കാറില്ല. അപ്പോൾ ഇന്ന് ഇവരുടെ കയ്യിലുള്ള എല്ലാ ഫണ്ട്സും ഇവരിങ്ങനെ പൊടിച്ചു വാരി നശിപ്പിച്ച് കളയും. എന്നിട്ട് അവസാനം വയസ്സാം കാലത്ത് മക്കൾ നോക്കിയില്ല, അല്ലെങ്കിൽ പേരക്കുട്ടികൾ നോക്കിയില്ല, അല്ലെങ്കിൽ സർക്കാർ നോക്കിയില്ല എന്നൊക്കെ പറഞ്ഞ് കുറ്റം പറഞ്ഞ് മറ്റുള്ളവരുടെ മേൽ പഴിചാരി ജീവിതം തീർക്കുന്ന ആളുകളാണ് നമ്മുടെ ചുറ്റുമുള്ള മെജോറിറ്റി ഓഫ് ആൾക്കാരും. സോ ഇത് വളരെ തെറ്റായിട്ടുള്ളൊരു കാര്യമാണ്. എല്ലാ മനുഷ്യർക്കും അധ്വാനിക്കാനുള്ള പ്രാപ്തിയും എല്ലാ മനുഷ്യർക്കും അധ്വാനിക്കാനുള്ള കഴിവും ദൈവം തന്നിട്ടുണ്ട്. അല്ലെങ്കിൽ നിങ്ങളത് ചെയ്യുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് നിങ്ങളൊരു റിട്ടയർമെൻറ്റിന് വേണ്ടി കുറച്ച് ഫണ്ട് മാറ്റി വെക്കുന്നില്ല? നമ്മൾ ഈ ഇൻവെസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നതിനകത്ത് ഒരു പോർഷൻ റിട്ടയർമെൻറ്റിന് വേണ്ടി നമ്മൾ എപ്പോഴും മാറ്റി വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. റിട്ടയർമെൻറ്റ് പ്ലാൻ ചെയ്യാൻ വേണ്ടി ഒത്തിരി ഓപ്ഷൻസ് നമ്മുടെ നാട്ടിലുണ്ട്. നിങ്ങൾ ഈ വിദേശ രാജ്യങ്ങളിലൊക്കെ നിങ്ങളിപ്പോൾ പറയും UK-ലോ കാനഡയിലോ ഓസ്ട്രേലിയയിലോ ഇങ്ങനെയുള്ള രാജ്യങ്ങളിലൊക്കെ അവർ സർക്കാർ നോക്കുന്നുണ്ടെന്ന്. ഓക്കെ, സർക്കാർ നോക്കട്ടെ. ഇവിടെ നമ്മളെ സർക്കാർ നോക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നാളെ ചിലപ്പോൾ നമ്മളെ ഈ പറയുന്ന സിസ്റ്റം എല്ലാം മാറി പുതിയൊരു സിസ്റ്റം വന്നെന്നിരിക്കാം. പക്ഷേ അപ്പം നമ്മൾ ചിലപ്പോൾ നോക്കിയെന്നിരിക്കാം, നോക്കിയില്ല എന്നിരിക്കാം. പക്ഷേ നമുക്ക് നമ്മുടെ കാര്യം നോക്കിക്കൂടെ? നമുക്ക് വേണ്ടി മറ്റൊരാൾ ചെയ്തു തരണമെന്ന് ആഗ്രഹിക്കുന്ന കാര്യം നമ്മൾ തന്നെ കുറച്ച് ഒരു മുന്നോട്ടൊരു ഇനിഷ്യേറ്റീവ് എടുത്ത് ചെയ്തുകൂടെ? നമ്മുടെ നാട്ടിൽ NPS എന്ന് പറയുന്ന ഒരു ഓപ്ഷനുണ്ട്, നാഷണൽ പെൻഷൻ സ്കീം. താല്പര്യമുള്ള ആളുകൾക്ക് വളരെ നിസ്സാരമായ പൈസ ചെറുപ്രായത്തിൽ തൊട്ട് 18 വയസ്സ് തൊട്ട് ചെയ്യാമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം നിങ്ങൾക്ക് വർഷം ഒരു ഇത്ര രൂപ മാറ്റി വെക്കാൻ പറ്റിയാൽ 60 വയസ്സാകുമ്പോഴാണ് നമുക്കത് വിഡ്രോ ചെയ്തെടുക്കാൻ പറ്റുന്നത്. 60 വയസ്സ് കഴിയുമ്പോൾ നമുക്കൊരു നല്ല തുക പെൻഷനായിട്ട് മാസം നിങ്ങളുടെ കൈ കിട്ടും. എന്തുകൊണ്ട് ചെയ്യുന്നില്ലത്? നല്ലൊരു മ്യൂച്വൽ ഫണ്ട് കണ്ടുപിടിച്ച് നിങ്ങളുടെ റിട്ടയർമെൻറ്റിന് വേണ്ടി നിങ്ങളൊരു ഫണ്ട് എന്തുകൊണ്ട് അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല? നല്ലൊരു പെൻഷൻ സ്കീം കണ്ടുപിടിച്ചിട്ട് അതിനകത്ത് നിങ്ങൾ പെൻഷന് വേണ്ടി എന്തുകൊണ്ട് കുറച്ച് ഫണ്ട് നിക്ഷേപിക്കുന്നില്ല? മാസം നിങ്ങൾ ചായ കുടിക്കാൻ വേണ്ടി എത്ര രൂപ സ്പെൻഡ് ചെയ്യുന്നുണ്ട്? അല്ലെങ്കിൽ ഒരു സ്നാക്സിന് വേണ്ടി എത്ര രൂപ സ്പെൻഡ് ചെയ്യുന്നുണ്ട്? നമ്മളിപ്പം പുറത്ത് പോയി ഔട്ടിങ്ങിന് വേണ്ടിയും അതേപോലെ തന്നെ മൂവിക്ക് അതായത് സിനിമകൾക്ക് വേണ്ടി തിയേറ്ററിൽ പോകുന്ന പൈസ ഉണ്ട്. ഇങ്ങനെ നമ്മുടെ നിത്യജീവിതത്തിലുള്ള പല കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ പൈസ സ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെയൊക്കെ ഒരു ചെറിയ പോർഷൻ എടുത്ത് മാറ്റി വെച്ചാൽ എന്ത് കിട്ടും? നമുക്കൊരു പെൻഷൻ വയസ്സാം കാലത്ത് കിട്ടും. അപ്പോഴത്തേനും ഇപ്പം ചില ആൾക്കാർ ചോദിക്കും, ഇങ്ങനെ എല്ലാം നിങ്ങൾ കുമിഞ്ഞു കൂടി സൂക്ഷിച്ച് വെച്ചിട്ട് അവസാനം നാളെ ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് ചത്തുപോയാൽ നിങ്ങളിത് എന്ത് ചെയ്യുമെന്ന് ഇപ്പം നിങ്ങൾ ചോദിക്കും ഇല്ലേ? അവിടെ നിങ്ങൾ മനസ്സിലാക്കണേ. ഞാൻ തിരിച്ചൊരു ചോദ്യം ചോദിക്കട്ടെ, അങ്ങനെ ചോദിക്കുന്ന ആളുകളോട് തിരിച്ചൊരു ചോദ്യം ചോദിക്കട്ടെ. നിങ്ങൾ ഇതൊന്നും സേവ് ചെയ്തില്ല, ഇൻവെസ്റ്റ് ചെയ്തില്ല, നിങ്ങൾ ഇതെല്ലാം കഴിഞ്ഞ് 60-ാമത്തെ വയസ്സിൽ അല്ലെങ്കിൽ 50-ാമത്തെ വയസ്സിൽ കയ്യിൽ 10 പൈസ എടുക്കാനില്ലാതെ വട്ടക്കൊട്ട വെള്ളം കോരുമ്പം അത് എന്താണ് പറയാനുള്ളത്? അതുകൊണ്ടാണ് പറഞ്ഞത്, ഇത് രണ്ടും സംഭവിക്കാം. ഒരാൾ നാളെ ചിലപ്പോൾ മരിച്ചു പോകാതിരിക്കാം. നമുക്ക് ഒരാളുടെ കാര്യത്തിൽ ഓരോ ഉറപ്പുമില്ല. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ പക്ഷേ നമുക്ക് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം. നിങ്ങൾ നാളെ മരിച്ചു പോകുമെന്ന് വിചാരിച്ച് ആരെങ്കിലും ഇന്ന് വസ്ത്രം ധരിക്കാതിരിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ നാളെ നിങ്ങൾ മരിച്ചു പോകുമെന്ന് പറഞ്ഞാൽ ഇന്ന് നിങ്ങൾ ചെയ്യേണ്ട എന്തെങ്കിലും കാര്യങ്ങൾ ഈ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഒഴികെ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാതിരിക്കുന്നുണ്ടോ? അവിടെയാണ് നിങ്ങൾ വയസ്സായിട്ട് ചിന്തിക്കേണ്ടത്. നിങ്ങൾ അതുകൊണ്ട് തന്നെ ഇന്ന് തന്നെ പറ്റിയാൽ റിട്ടയർമെൻറ്റിന് വേണ്ടി ഒരു എമൗണ്ട് സേവ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതിനുള്ള പല ഓപ്ഷൻസ് ഉണ്ട്. നിങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിയത്തില്ല, നിങ്ങൾക്ക് ഇനി അതിനെക്കുറിച്ചൊരു എന്തെങ്കിലും ഒരു ഗൈഡൻസ് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. നമ്മുടെ കമൻറ്റ് ബോക്സ് വഴിയോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഒക്കെ നമ്മൾ ID താഴെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് അത് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ആപ്റ്റാവുന്ന ഒരു കാര്യം നിങ്ങൾ ചെയ്യുക. അപ്പോൾ ഇതാണ് നമ്മൾ ചെയ്യേണ്ട 3-ാമത്തെ കാര്യം. ഈ മിഡിൽ ക്ലാസ് ട്രാപ്പിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ട മെയിനായിട്ടുള്ള 3-ാമത്തെ കാര്യമാണ് ഇപ്പോൾ പറഞ്ഞത്. ഇനി 4-ാമത്തെ കാര്യമാണ് കമ്പാരിസൺ എന്ന് പറയുന്നത്, നമ്മൾ ഈ നാട്ടിൽ ഒരു കുഞ്ഞുണ്ടായി കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ ഒരു കുഞ്ഞു ഉണ്ടാകുമ്പോൾ തൊട്ട് കമ്പാരിസനാണ്. അത് ബന്ധുക്കളുടെ ഇടയിലാവട്ടെ, സൊസൈറ്റിയിലാവട്ടെ, അയൽവക്കംകാരാവട്ടെ, സ്കൂളിലാവട്ടെ, എവിടെ ചെന്നാലും കമ്പാരിസൺ. സ്കൂളിലാണെങ്കിൽ ഒരാൾ ഉച്ചരം കൂടുതൽ മാർക്ക് കിട്ടിയാൽ ഉടനെ അവിടെ കമ്പാരിസൺ. കസിൻസിനിടയിലാണെങ്കിൽ അവരുടെ ഒരു ഈഗോ ക്ലാഷാണ്. ഇപ്പം കസിൻസ് ആയിട്ടുള്ള 2 പേരുടെ മക്കൾ ആരാണ് കൂടുതൽ മിടുക്കൻ എന്നുള്ളൊരു കമ്പാരിസൺ. അതേപോലെ തന്നെ സമൂഹത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അയൽവക്കക്കാരുടെ കമ്പാരിസൺ. ഇങ്ങനെ സമസ്ത മേഖലയിലും കമ്പയർ ചെയ്ത് അല്ലെങ്കിൽ കമ്പാരിസൺ ചെയ്താണ് നമ്മുടെ സമൂഹം മുന്നോട്ട് പോകുന്നത്. ഇതിനകത്തുള്ള കുഴപ്പം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് കുഞ്ഞു മനസ്സിൽ തൊട്ട് ഇതിങ്ങനെ നമ്മൾ ഫീഡ് ചെയ്ത് കൊടുക്കുന്നത് കൊണ്ട് ഇവർ വലുതാകുമ്പോഴും ഇതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഇവരുടെ എല്ലാ കാര്യങ്ങളും ഇവർ മുന്നോട്ട് കൊണ്ടുവന്നത്. ഇപ്പോൾ ഒരു ഫാമിലി ഫോം ചെയ്യുന്ന സമയത്ത് ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ്, ഇവർ 2 പേരും ഈ രീതിയിലായിരിക്കും മോൾഡായി ചെയ്യപ്പെട്ടിരിക്കുന്നത്. അടുത്തവൻ എന്തെങ്കിലും ഒരു കാര്യം ചെയ്താൽ ഉടനെ അവരുമായിട്ട് കമ്പാരിസനാണ്. നിങ്ങൾ കണ്ടില്ലേ, അല്ലെങ്കിൽ നീ കണ്ടില്ലേ, അവൻ ഇത് ചെയ്യാമെങ്കിൽ നിനക്കെന്താ ഇത് ചെയ്തുകൂടാ, അല്ലെങ്കിൽ അവൻ ഇത് ചെയ്തു അതുകൊണ്ട് എനിക്ക് എന്തുകൊണ്ട് ഇത് ചെയ്തുകൂടാ. ഇങ്ങനെയുള്ള
പ്രശ്നങ്ങളെല്ലാം ഇങ്ങനെയുള്ള ആ ഒരു ചിന്തകൾ ഉണ്ടാവുകയും നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നമ്മൾ വാങ്ങിക്കൂട്ടുകയും ആവശ്യമില്ലാത്ത മേഖലകളിലേക്ക് നമ്മുടെ പൈസ ആവശ്യമില്ലാതെ സ്പെൻഡ് ചെയ്ത് കളയുകയും ചെയ്യും. നമുക്കറിയാം ഈ ഫ്ലിപ്കാർട്ടിലും ആമസോണിലും ബിഗ് ബില്യൺ ഡേയ്സും അതേപോലെ തന്നെ ആനുവൽ സെയിലും ഒക്കെ നടത്താറുണ്ട്. അപ്പോൾ ആ സമയത്ത് അവരൊരു ചെറിയ ഡിസ്കൗണ്ട്, ചെറുതല്ല അത്യാവശ്യം നല്ല ഡിസ്കൗണ്ട് ഒക്കെ പ്രൊവൈഡ് ചെയ്യും. ഈ പ്രൊവൈഡ് ചെയ്യുന്ന സമയത്ത് ആളുകൾ വാങ്ങിക്കൂട്ടുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈവൻ ചിലപ്പം പല ആളുകൾക്കും ആവശ്യമില്ലാത്ത സാധനങ്ങൾ വരെ അവർ ചുമ്മാ വാങ്ങിക്കൂട്ടി പൈസ കളയും. ഇല്ലെങ്കിൽ നിങ്ങൾ കഴിഞ്ഞ ഒരു വർഷം അല്ലെങ്കിൽ കഴിഞ്ഞ 2 വർഷം നിങ്ങൾ എന്തൊക്കെ സാധനങ്ങൾ വാങ്ങിക്കൂട്ടിയിരുന്നു നിങ്ങളുടെ ഈ പറയുന്ന ആപ്ലിക്കേഷൻ്റെ ഓർഡർ ഹിസ്റ്ററിക്ക് അത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കാണാൻ പറ്റും. അതിനകത്ത് നിങ്ങൾ വാങ്ങിക്കൂട്ടിയിരിക്കുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്നും ജസ്റ്റ് ഒന്ന് നോക്കുക. ഇതിനകത്ത് ഏതൊക്കെ സാധനങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എത്രത്തോളം യൂസ് ചെയ്യുന്നുണ്ട് നിങ്ങൾ സ്വയം ഒന്ന് വിലയിരുത്തുക. അപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും ഈ പല സാധനങ്ങളും നിങ്ങളുടെ ലൈഫിൽ ഇല്ലായിരുന്നെങ്കിലും പ്രത്യേകിച്ച് നിങ്ങൾക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്നുള്ളത്. സോ ഇതും നമ്മളെ ഒരു അതായത് ഒരു ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് എത്തിപ്പെടാതെ നമ്മളൊരു മിഡിൽ ക്ലാസ് ട്രാപ്പിൽ തന്നെ എല്ലാ കാലവും പിടിച്ചിടുന്ന ഒരു കാര്യമാണ്. ഒക്കെ സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ്? കമ്പാരിസൺ കൊണ്ടാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിൻ്റെ അടുത്തിരിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ അടുത്തിരിക്കുന്ന അല്ലെങ്കിൽ കസിന് അല്ലെങ്കിൽ അയൽവക്കക്കാരന് അല്ലെങ്കിൽ നമ്മുടെ ഓഫീസിൽ കൂടെ വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് ചിലപ്പോൾ അവനൊരു ഐഫോൺ വാങ്ങിയെന്നിരിക്കും. ഉടനെ നമുക്ക് എന്ത് തോന്നും? അവൻ ഐഫോൺ വാങ്ങി, എന്നാൽ എനിക്കും വാങ്ങണം. ഉടനെ നമ്മൾ പോയി എന്ത് ചെയ്യും? ഐഫോൺ വാങ്ങും. അടുത്ത ദിവസം നോക്കുമ്പോഴത്തേന് അവൻ വേറെ എന്തെങ്കിലും ഒരു സാധനം വാങ്ങും. ഉടനെ എന്നാൽ അവന് വാങ്ങാമെങ്കിൽ പിന്നെ എനിക്ക് എന്തുകൂടാ, ഞാനും പോയി വാങ്ങും. ഈ രീതിയിൽ നമ്മൾ ചെയ്യുമ്പോൾ എന്ത് പറ്റും? ഓരോ തവണയും നമ്മൾ ചെയ്യുന്ന ഈ ഓരോ പൈസയും നമുക്ക് നഷ്ടമാണ്. നമുക്ക് ആവശ്യമില്ലാത്ത കാര്യമായിരിക്കും. ചിലപ്പോൾ അവൻ ഐഫോൺ വാങ്ങിയത് അവൻ്റെ ഒരു പർട്ടിക്കുലർ യൂസിന് വേണ്ടിയായിരിക്കും. അവനെ യൂസ് ചെയ്ത് ചിലപ്പോൾ അതിൽ നിന്ന് ഒരു റവന്യൂ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ഒരു ഇൻകം അവിടെ നിന്ന് ജനറേറ്റ് ചെയ്തെടുക്കുന്നത് കാണും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ എന്ത് സാധനം മേടിച്ചാലും ചിലർ പറയും 9 ദിവസം നമ്മൾ ആലോചിച്ച ശേഷമേ വാങ്ങാവുള്ളൂ എന്ന്. അതായത് ബിഗ് പർച്ചേസസ് ഒക്കെ നടത്തുന്ന സമയത്ത് നമ്മൾ 9 ദിവസം, ചിലർ അത് 3 ദിവസം എന്നാണ് പറയുന്നത്. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങളിപ്പോൾ ഒരു ബിഗ് പർച്ചേസ് നടത്താൻ പോകുന്ന സമയമാണെങ്കിൽ നിങ്ങൾ അതേ കാര്യം തന്നെ ഫോർ എക്സാമ്പിൾ 9 ദിവസം ആലോചിച്ചില്ല, ഒരു അറ്റ്ലീസ്റ്റ് 3 ദിവസമെങ്കിലും ആലോചിക്കുക. ഇതെനിക്ക് എന്തിന് ഞാനിത് വാങ്ങുന്നു, ഇതുകൊണ്ട് എനിക്ക് എന്തൊക്കെ ബെനിഫിറ്റ്സ് ഉണ്ടാവും, ഞാനിത് വാങ്ങിയില്ലെങ്കിൽ എനിക്ക് എന്തൊക്കെ ബെനിഫിറ്റ് ഉണ്ടാവും. ഇങ്ങനെ കണ്ടിന്യൂസ് നിങ്ങളൊരു 3 ദിവസം 4 ദിവസമൊക്കെ ആലോചിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വയസ്സായിട്ടുള്ളൊരു ഡിസിഷനെ എടുക്കത്തുള്ളൂ. കാരണം എന്താണെന്നറിയോ? ഈ 4 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് ആവശ്യമില്ലാത്തൊരു സാധനമാണെങ്കിൽ നിങ്ങൾ ഓഫ് കോഴ്സ് ആ സാധനം ഒഴിവാക്കും. നിങ്ങൾ ആവശ്യമില്ലാത്ത ആ ഒരു സാധനം വാങ്ങി ആ ഒരു പൈസ വേസ്റ്റാക്കി കളയത്തില്ല. ഇനി അടുത്ത പോയിന്റാണ് എമർജൻസി ഫണ്ട്. എമർജൻസി ഫണ്ട് എന്താണെന്ന് നമ്മൾ മെജോറിറ്റി ഓഫ് ആൾക്കാർക്കും അറിയാം. ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ടാവും, ബിസിനസ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും, പല രീതിയിൽ ഇൻകം കൊണ്ടുവരുന്ന ആൾക്കാരുണ്ടാവും. പക്ഷേ എല്ലാവരുടെയും മുന്നിലുള്ള ഒരു പ്രശ്നം എന്താ? നാളെക്കുറിച്ചുള്ള ഒരു അനിശ്ചിതത്വം. നാളെ എന്ത് വേണമെങ്കിലും സംഭവിക്കാം. നാളെ ഏത് സാഹചര്യങ്ങളും ഒരു രോഗം ഉണ്ടാവുകയോ, ഒരു ജോലിക്കൊരു തട്ടുകേടുണ്ടാവുക, ജോലിക്കൊരു പ്രശ്നം ഉണ്ടാവുകയോ, അല്ലെങ്കിൽ നമ്മുടെ ഒരു വരുമാന മാർഗം ഇല്ലാതായി പോകാനോ ഒക്കെ ചാൻസസ് ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം? 6 മാസം നമുക്ക് ജീവിക്കാനുള്ള നമ്മുടെ ബേസിക് ആയിട്ടുള്ള എല്ലാ നീഡ്സും മീറ്റ് ചെയ്യാവുന്ന രീതിയിലുള്ള ഒരു ഫണ്ട് എമർജൻസി ഫണ്ടായിട്ട് നിങ്ങൾ കീപ്പ് ചെയ്യാൻ വേണ്ടി എപ്പോഴും ശ്രദ്ധിക്കുക. എന്നിട്ട് ഇത് നിങ്ങൾ ഏതെങ്കിലും ഒരു നല്ല റിട്ടേൺ തരുന്ന അല്ലെങ്കിൽ നല്ലൊരു ഇൻട്രസ്റ്റ് തരുന്ന ഏതെങ്കിലും ഒരു നല്ല ബാങ്കിലോ അല്ലെങ്കിൽ നല്ല ഏതെങ്കിലും ഒരു സ്കീമിലോ എപ്പോൾ വേണമെങ്കിലും ആ പൈസ നമുക്ക് വിഡ്രോ ചെയ്ത് എടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ലോ റിസ്ക് കാറ്റഗറിയിൽ പെടുന്ന ഏതെങ്കിലും ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് മെക്കാനിസത്തിൽ അത് സ്റ്റോർ ചെയ്ത് വെക്കുക അല്ലെങ്കിൽ സേവ് ചെയ്ത് വെക്കുക. ഇങ്ങനെ സേവ് ചെയ്ത് വെക്കുമ്പം നമുക്ക് സ്വാഭാവികമായിട്ടും നാളെ എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ ഈ എമർജൻസി ഫണ്ട് നമുക്ക് ഡെഫിനറ്റ്ലി നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഇത് 6 മാസത്തെ എമർജൻസി ഫണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പം നിങ്ങൾക്ക് ഒരു 25,000 രൂപ EMI ഉണ്ട്. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഒരു മാസം ജീവിക്കാൻ വേണ്ടി 30,000 രൂപ ചിലവുണ്ട്. സോ ഈ 55,000 രൂപ 6 മാസത്തേക്ക് നിങ്ങൾ ഗുണിക്കുക. എന്നിട്ട് എത്ര രൂപയാണോ വരുന്നത് ആ എമൗണ്ട് നിങ്ങൾ എപ്പോഴും ലിക്വിഡായിട്ട് ആ എമൗണ്ട് എപ്പോഴും നമുക്ക് വിഡ്രോ ചെയ്യാവുന്ന രീതിയിൽ ഈസിലി നമുക്ക് അവൈലബിൾ ആവുന്ന രീതിയിൽ നമ്മൾ ഒരിടത്ത് കീപ്പ് ചെയ്ത് വെക്കുക. ഇത് ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടി എടുത്ത് സ്പെൻഡ് ചെയ്യരുത്. പകരം എന്ത് ചെയ്യണം? അത്രമേൽ എമർജൻസി വരുന്ന സാഹചര്യങ്ങളിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്ന രീതിയിൽ ഇത് കീപ്പ് ചെയ്യുക. സോ ഇതാണ് എമർജൻസി ഫണ്ട് എന്നുള്ള കാര്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഇങ്ങനെ ഒരു എമർജൻസി ഫണ്ട് നിങ്ങൾ ബിൽഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് എന്തുണ്ടാവും? നല്ലൊരു കോൺഫിഡൻസ് ഉണ്ടാവും. അതേപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നല്ല ഡിസിഷൻസ് എടുക്കാനും നല്ല നല്ല തീരുമാനങ്ങൾ എടുക്കാനും ഒക്കെ നിങ്ങൾ കുറച്ചുകൂടെ പ്രാപ്തരാകും. സോ അതുകൊണ്ട് തന്നെ ഒരു എമർജൻസി ഫണ്ട് എപ്പോഴും ബിൽഡ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ ഇനി നിങ്ങളോട് പറയാൻ പോകുന്ന പോയിന്റ് എന്ന് പറയുന്നത് ഡയറക്റ്റ് ഫിനാൻഷ്യൽ റിലേറ്റഡ് ആയിട്ടുള്ള സാമ്പത്തികമായിട്ടുള്ള കാര്യമല്ല. പക്ഷേ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഉന്നതങ്ങളിൽ എത്തിച്ചേരാൻ അല്ലെങ്കിൽ ഉയരത്തിൽ എത്തിച്ചേരാൻ വേണ്ടി നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇതിനകത്ത് നിങ്ങൾ ഫസ്റ്റ് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ എന്നും എന്തെങ്കിലും പുതിയ പുതിയ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. ഇപ്പം നിങ്ങൾ ഫോർ എക്സാമ്പിൾ ഒരു IT ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങളുടെ മേഖലയിലുള്ള പുതിയ പുതിയ ടൂൾസും പുതിയ പുതിയ സ്കിൽ സെറ്റുകളും അച്ചീവ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ അത് പഠിച്ചെടുക്കാൻ വേണ്ടി നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക. എല്ലാ വർഷവും മിനിമം ഒരു പുതിയ സ്കില്ലെങ്കിലും നിങ്ങൾ അച്ചീവ് ചെയ്യണമെന്നാണ് പറയുന്നത്.
അതേപോലെ തന്നെ ചില ആളുകളുണ്ട്, നല്ല കമ്പനിയാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്, അതേപോലെ തന്നെ നല്ല വർക്കിംഗ് അറ്റ്മോസ്ഫിയർ ആണ്, എല്ലാം അനുകൂലമാണെന്നൊക്കെ പറഞ്ഞ് അവർ ആ ഒരു കംഫർട്ട് സോൺ ബിൽഡ് ചെയ്യുകയും അവിടെ തന്നെ ഇരിക്കുകയും ചെയ്യുന്ന ആളുകൾ ഒത്തിരി പേരുണ്ട്. സോ ഇവിടെ വരുന്ന പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരവരുടെ ശരിക്കുമുള്ള വാല്യൂ മനസ്സിലാക്കുന്നില്ല. അവരവരുടെ ജീവിതത്തിൽ അവരെത്തിപ്പെടേണ്ട പല കാര്യങ്ങളും അവർ ഒഴിവാക്കിയിട്ട് ഇവർ ഈ ഒരു കംഫർട്ട് മാത്രം നോക്കി ആ ഒരു പർട്ടിക്കുലർ കമ്പനിയിൽ അല്ലെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ പ്ലേസിൽ ഐഡിയലായിട്ട് ഇരിക്കുവാണ്. സോ ഈ ഒരു കാര്യം നിങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി എപ്പോഴും ശ്രദ്ധിക്കുക. എപ്പോഴും എന്തെങ്കിലും ഒരു പുതിയ സ്കിൽ സെറ്റ്സ് അച്ചീവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയും നിങ്ങളുടെ നിത്യജീവിതത്തിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ജോലി മേഖലയിൽ നിങ്ങളത് ഉപയോഗിക്കുകയും നിങ്ങൾ പുതിയ പുതിയ ഉയരങ്ങളിലേക്ക് എത്തിപ്പെടാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുക. കംഫർട്ട് സോണിലിരിക്കുന്ന ആൾക്കാർ അത് ബ്രേക്ക് ചെയ്ത് കുറച്ച് ചിലപ്പോൾ റിസ്ക് എടുക്കേണ്ടി വരും. പക്ഷേ റിസ്ക് എടുത്താലും നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ഉയരങ്ങളിലേക്ക് എത്തിപ്പെടാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കുക. നമുക്ക് അച്ചീവ് ചെയ്യാവുന്നതിൻ്റെ മാക്സിമം നമ്മൾ അച്ചീവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഭാഗത്തു നിന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യം. അപ്പോൾ അത് ചെയ്യാതെ നമ്മൾ നമ്മുടെ സമയവും നമ്മുടെ എനർജിയും നമ്മൾ ചുമ്മാ ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടി വേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നാളെ ഇതിൻ്റെയൊക്കെ ഓർത്ത് നമ്മൾ തന്നെ സങ്കടപ്പെടേണ്ടി വരും. നമ്മളിപ്പോൾ ഒരിക്കലും പിരിയില്ല എന്ന് വിചാരിക്കുന്ന നമ്മുടെ ഫ്രണ്ട്സ്, ഈവൻ അവരുടെ ലൈഫിൽ അവർ സീരിയസ് ആവുന്ന ഒരു സമയത്ത്, അവരവരുടെ ഗോൾസിൽ അവർ സീരിയസ് ആവുന്ന സമയത്ത് ആ ഫ്രണ്ട്ഷിപ്പ് അവിടെ തീർന്നു. പിന്നെ വല്ല കാലത്തും കാണുമ്പോൾ ഉള്ള എടാ പോടാ ആ ഒരു ബന്ധമല്ലാതെ അതിനപ്പുറത്തേക്ക് ഒരു ഇൻഡെപ്ത് ആയിട്ടുള്ള ഒരു ബന്ധമൊന്നും ചിലർക്കുണ്ട് അത്രമേൽ. പക്ഷേ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 20ാമത്തെ വയസ്സിൽ ചിലപ്പോൾ നമുക്ക് 10 ഫ്രണ്ട്സ് കാണും. അതേസമയം ഒരു 28ാമത്തെ വയസ്സിൽ വരുമ്പോൾ ചിലപ്പോൾ നമുക്ക് 2 അല്ലെങ്കിൽ 3 പേരായിരിക്കും ചിലപ്പോൾ ഫ്രണ്ട്സായിട്ട് കാണുള്ളൂ. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടി വരിക, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നമ്മുടെ ഗോൾസിലും നമ്മുടെ ഡ്രീമിലും ഉറച്ചു നിൽക്കുകയും അതിനുവേണ്ടി നമ്മൾ പ്രയത്നിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന സമയത്ത് നമുക്ക് സ്വാഭാവികമായിട്ടും നമ്മുടെ ഫ്രണ്ട്സ് കുറയും. അതേപോലെ തന്നെ നമ്മൾ നമ്മുടെ ലൈഫിൽ പലതരത്തിലുള്ള കാര്യങ്ങളിലേക്ക് നമ്മുടെ കോൺസെൻട്രേഷൻസ് മാറും. അതുകൊണ്ട് തന്നെ നമ്മൾ ചുമ്മാ ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ ചുമ്മാ കവലയിൽ പോയിരുന്ന് സംസാരിച്ചും അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത കേസുകെട്ടിൽ ഇടപെട്ടും ചുമ്മാ കളയുന്ന സമയത്ത് കുറച്ചൊക്കെ കളയാം. പക്ഷേ എന്നിരുന്നാൽ പോലും അതിനകത്തുനിന്ന് ഒരു കുറച്ച് സമയമെങ്കിലും എടുത്ത് നമ്മളൊരു പുതിയ സ്കില്ല് പഠിക്കാനും പുതിയ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കാനും പഠിക്കാനും അത് വെച്ചിട്ട് നമ്മുടെ ലൈഫിൽ പുതിയ ഉയരങ്ങളിലേക്ക് എത്തിപ്പെടാൻ വേണ്ടിയൊക്കെ ശ്രദ്ധിക്കുക. ഇതാണ് നമ്മൾ മിഡിൽ ക്ലാസ് ട്രാപ്പിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു കാര്യം. ഇത് ചെയ്യുന്നില്ലെങ്കിൽ എന്ത് സംഭവിക്കും? കുറച്ച് നാൾ കഴിയുമ്പം ഇതെല്ലാം മാറി നിൽക്കും. അവസാനം സ്ട്രഗിൾ ചെയ്യാൻ തുടങ്ങുമ്പം നമ്മൾ മാത്രമേ ഉള്ളൂ. കയ്യും കാലും ഇട്ട് അടിച്ചിട്ട് വേറെ ആരും വന്ന് രക്ഷിക്കാൻ പോകുന്നില്ല. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ട പോലെ ചെയ്യേണ്ട സമയത്ത് ചെയ്യുന്നില്ലെങ്കിൽ നാളെ എന്ത് സംഭവിക്കും? നമ്മൾ തന്നെ വിഷമിക്കേണ്ടിയിരിക്കും. ഇന്ന് നിങ്ങൾ മാറാൻ തയ്യാറായാൽ നാളെ നീട്ടി വെക്കരുത്. ഇന്ന് തന്നെ തുടങ്ങുക. ഇന്നും മാറാൻ നിങ്ങൾ തയ്യാറായാൽ നിങ്ങൾക്ക് നാളെ ഇതിൻ്റെ ഗുണം ഉറപ്പായിട്ടും ഉണ്ടാവും. സോ അത് നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കുക. അല്ലാതെ ചുമ്മാ നമ്മളിങ്ങനെ മറ്റുള്ളവരെ കുറ്റം പറഞ്ഞും അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ ഞങ്ങളൊന്നും ആവാതിരുന്നത് കാരണവന്മാർ അല്ലെങ്കിൽ മാതാപിതാക്കളൊന്നും ചെയ്യാത്തത് കൊണ്ടാണ്, അല്ലെങ്കിൽ അവർ സേവ് ചെയ്യാത്തത് കൊണ്ടാണെന്നൊക്കെ പറഞ്ഞ് കുറ്റം പറഞ്ഞും അതേപോലെ തന്നെ നമ്മുടെ സൊസൈറ്റിയെ കുറ്റം പറഞ്ഞു എന്ന് നമ്മുടെ ജീവിതം തള്ളി നീക്കിയതുകൊണ്ട് പ്രത്യേകിച്ച് നമുക്കൊരു ഗുണം ഉണ്ടാകാൻ പറ്റുന്നില്ല. മാറ്റം നമ്മൾ കൊണ്ടുവരാൻ ശ്രമിക്കണം. ഇപ്പം മാതാപിതാക്കൾക്കോ അല്ലെങ്കിൽ സൊസൈറ്റിയോ നന്നായില്ലെങ്കിൽ നിങ്ങൾ മാറ്റം അല്ലെങ്കിൽ നമ്മൾ മാറ്റം കൊണ്ടുവരാൻ വേണ്ടി തയ്യാറാവണം. നമ്മൾ ഒരാൾ മാറിയാൽ സമൂഹത്തിൽ ഒരാൾ മാറി. നമ്മൾ ഇതേപോലെ 10 പേരിൽ ഈ ഒരു ചേഞ്ച് കൊണ്ടുവരാൻ വന്നാൽ 10 പേരടങ്ങുന്ന ആ ഒരു കൂട്ടത്തിന് മാറ്റം വന്നു. അവരുടെ കുടുംബത്തിൽ ആ മാറ്റം വരും. സോ അതുകൊണ്ട് തന്നെ ഈ രീതിയിൽ എല്ലാവരും ചേഞ്ച് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ഈ ഒരു രീതിയിലേക്ക് കുറച്ചൊക്കെ ആലോചിക്കാനും ഈ രീതിയിലേക്ക് മാറാൻ വേണ്ടി നിങ്ങൾക്ക് പറ്റുമെങ്കിൽ എല്ലാവർക്കും പറ്റണമെന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷേ പറ്റുന്ന ആളുകളെങ്കിലും ഇതൊന്ന് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇത്രയും കാര്യങ്ങളായിരുന്നു ഞാൻ ഈ വീഡിയോയ്ക്കകത്തോടെ നിങ്ങളോട് പറയാൻ വേണ്ടി ആഗ്രഹിച്ചത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ഹെൽപ്ഫുൾ ആയി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെങ്കിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും അതേപോലെ തന്നെ നിങ്ങളുടെ സജഷൻസും ഒക്കെ നമ്മുടെ കമൻറ്റ് ബോക്സ് വഴി അറിയിക്കുക. അതേപോലെ തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുന്ന കാര്യം കൂടെ, ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് നിങ്ങൾ ലൈക്ക് ചെയ്യുന്ന കാര്യം കൂടെ പരിഗണിക്കുക. നമ്മൾ ഈ വീഡിയോ വരെ നമുക്കിപ്പോൾ വൈൻഡപ്പ് ചെയ്യാം. ഇനി നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടുന്നതിന് വരെ ടേക്ക് കെയർ, ബൈ.